ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മോളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഇതെന്നല്ലേ. അപ്പോൾ ഇനി വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ഞാനിത് ഒരു 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു നെല്ലിക്ക ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. നെല്ലിക്ക ഇതേപോലെ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു പപ്പടം കുത്തി ഉണ്ടാവില്ലേ, അതിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുത്താലും മതി. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചുട്ടെടുക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ, അതായത് വിറകടുപ്പില്ലേ അതിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പം 4 നെല്ലിക്കും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഇപ്പം തന്നെ കാണുമ്പോൾ അല്ലേ. എന്തിനാ ഇതെന്ന് വെച്ചാൽ ഞാനിന്ന് തേങ്ങാ ചമ്മന്തിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ചോറിന് കുറച്ച് കറികളൊക്കെ കുറവുള്ളപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം. ചുട്ടെടുത്ത നെല്ലിക്ക അവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടുന്നത് വറ്റൽ മുളകാണ്. അത് ഞാനിത് എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ള. ഈ ഒരു തേങ്ങാ ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എരിവുള്ള മുളകൻ്റെ എടുക്കുക. അതും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പപ്പടം കുത്തിൻ്റെ മുകളിലായിട്ട് ഒന്ന് കൊളുത്തി വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വറ്റൽ മുളകും അവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടുന്നത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതേ രീതിയിലുള്ളതൊക്കെ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കേണ്ടത്. കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കറേ. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു 6 കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതിനെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരില്ല. അതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചുട്ടെടുത്ത നെല്ലിക്കയില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാനിതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിപ്പോൾ ആദ്യം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുറി ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിത് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചുട്ടെടുത്തിട്ട് നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കലുണ്ട് ഈ ഒരു ചമ്മന്തിയൊക്കെ. അപ്പോൾ ഇന്ന് ചോറിന് കറികളൊക്കെ കുറവായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു നെല്ലിക്കയും വറ്റൽമുളകൊക്കെ ചുട്ടെടുത്തിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചോറ് കഴിക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂട്ടുകാരികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.